ഇന്നൊരു ഹൈദരാബാദ് യാത്രയുടെ കഥയാണ്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഹൈദരാബാദ് ഒന്ന് കാണുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടാണ്. ഫോർട്ടിൻ്റെ മുന്നിൽ നിന്ന് ഒരു ചായയും കുടിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. അവിടെ കണ്ട സ്കാനർ വെച്ച് ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. 5 കിലോമീറ്ററോളം ഉള്ള ഒരു ഫോർട്ടാണിത്. ഒരു ദിവസം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ട് ഈ ഫോർട്ട് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. എന്നാലും നല്ല ഭംഗിയുള്ളൊരു കോട്ടയായിരുന്നു. ഇത് ശരിക്കും അറിയപ്പെട്ടിരുന്നത് മംഗൽ എന്നായിരുന്നു. 1143 വാരങ്കൽ ഭരിച്ചിരുന്ന രാജാവാണ് ഈ കോട്ട പണിതത്. ഈ കാണുന്നതാണ് മോർച്ചറി ബാത്ത്. രാജകുടുംബത്തില് അംഗങ്ങൾ മരിച്ചു പോയാൽ അവരെ സംസ്കരിക്കുന്നതിന് മുൻപായിട്ട് കുളിപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഈ കാണുന്ന 3 നില കെട്ടിടമാണ് അസ്ലിഹഖാന. ഇത് നിർമ്മിച്ചത് 16-ാം നൂറ്റാണ്ടിലായിരുന്നു. കുറേ അധികം വരുന്ന ആയുധശേഖരം ഇവിടെ നിന്ന് കണ്ടെടുത്തതുകൊണ്ട് തന്നെ ഇത് ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നതാണ് കണക്കാക്കുന്നത്. കോട്ടയുടെ പേര് ഗോലക്കൊണ്ട, എന്നാൽ ഷെപ്പേർഡ് ഹിൽ എന്നാണ് അർത്ഥം. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഈ കോട്ടയൊക്കെ നിർമ്മിക്കുന്നതിന് മുന്നേ ആ ഒരു കാലത്ത് ഒരു ആട്ടിടയനായിരുന്ന ആൺകുട്ടി അവിടെ ഒരു വിഗ്രഹം കണ്ടു എന്ന് രാജാവിനോട് പോയി പറയുകയും രാജാവ് അവിടെ ഒരു മൺകോട്ട നിർമ്മിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അതിനെ ഷെപ്പേർഡ് ഹിൽ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ തെലുങ്ക് വാക്കാണ് ഗോലക്കൊണ്ട. പിന്നീട് 200 വർഷങ്ങൾക്ക് ശേഷം ബാമണി സുൽത്താൻസ് ഈ കോട്ട കൈക്കലാക്കി. അതിനുശേഷം പിന്നീട് വന്ന കുത്തുബ് ഷാഹികളും. 1687 മുഗൾ രാജാവായിരുന്ന ഔറംഗസേബ് ഈ കോട്ട പിടിച്ചെടുക്കുന്നത് വരെ കുത്തുബ് ഷാഹികളുടെ കയ്യിലായിരുന്നു ഈ കോട്ട. പിന്നീട് അത് ഔറംഗസേബ് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഡയമണ്ട് ഖനിയായിരുന്നു കൊല്ലൂർ മൈന്. ഈ കൊല്ലൂർ മൈനിൽ നിന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോഹിനൂർ ഡയമണ്ട് അത് പിന്നീട് മുഗൾ രാജാക്കന്മാരെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് ഒരു കാലത്ത് ഈ ഗോൽക്കൊണ്ട ഫോർട്ടിൽ ഉണ്ടായിരുന്നു എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ കാണുന്നതാണ് താരാമതി മോസ്ക്. ഇത് കയറി വന്ന ആ ഒരു ഭാഗത്തായിട്ടാണുള്ളത്. ഇപ്പം നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലമായിട്ടുള്ള ഹുമയൂൺ ടോംസിനെ കുറിച്ചിട്ട് സംസാരിക്കാം. കാണാം.